അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബുൽ അഖീദയുടെ റിവിഷനാണ് ഈ വീഡിയോയിൽ നാം ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ്, നേരത്തെ അർദ്ധവാർഷിക പരീക്ഷയോടനുബന്ധിച്ച് ഒന്നാമത്തെ പാഠം അല്ലാഹു മൗജൂദുൻ എന്ന ഒന്നാമത്തെ പാഠം മുതൽ അംബിയ മുർസലുകളുടെ വിശേഷണങ്ങൾ എന്ന 7ാമത്തെ പാഠം വരെ വിശാലമായ രൂപത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ഫുൾ റിവിഷൻ വീഡിയോ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിർബന്ധമായും വിദ്യാർത്ഥികൾ ആ വീഡിയോ കാണുകയും ഓരോ പാഠങ്ങളിലും എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായി വിദ്യാർത്ഥികൾ പഠിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ആ റിവിഷൻ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഇതിൻ്റെ കൂടെ പിൻ ചെയ്തു വെക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ വീഡിയോ പോയി കാണുകയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ പാഠത്തിൽ അല്ലാഹു മൗജൂദുൻ എന്നുള്ള പാഠത്തിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു അല്ലാഹുവിന്റെ സിഫത്തുകൾ: വുജൂദ്, ഖിദം, ബഖാ, മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്, ഖിയാമുൻ ബിൻ നഫ്സ്. അതുപോലെ രണ്ടാമത്തെ പാഠത്തിൽ അതിന്റെ ബാക്കി തന്നെയാണ് വഹദാനിയത്ത്, ഖുദ്റത്ത്, ഇറാദത്ത്, ഇൽമ്, ഹയാത്ത്, സംഅ്, ബസർ, കലാം. ഇതെല്ലാം അല്ലാഹുവിന്റെ സിഫത്തുകളാണ്. ഇനി മൂന്നാമത്തെ പാഠത്തിലും അതിന്റെ തുടർച്ച തന്നെയായിരുന്നു. ഖാദിറുൻ, മുരീദുൻ, ആലിമുൻ, ഹയ്യുൻ, സമീഉൻ, ബസീറുൻ, മുതകല്ലിമുൻ. ഇങ്ങനെ 20 വാജിബായ സിഫത്തുകൾ അല്ലാഹുവിനുണ്ട്. അതിന്റെ അർത്ഥസഹിതം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ 20 വാജിബായ സിഫത്തുകൾക്ക് പുറമെ അല്ലാഹുവിന് മുസ്തഹീലായ സിഫത്തുകളുമുണ്ട്. എന്താണ് മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ? ഈ വാജിബായ സിഫത്തിന്റെ നേരെ ഓപ്പോസിറ്റായ സിഫത്തുകൾക്കാണ് മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറയുക. വാജിബായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഉണ്ടാവൽ നിർബന്ധമായ സിഫത്തുകൾക്കാണ് വാജിബായ സിഫത്തുകൾ എന്ന് പറയുക. മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ സംബന്ധിച്ചൊരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ, അതിനാണ് മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറയുക. അതും നമ്മൾ ഇവിടെ വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വുജൂദിന്റെ ഓപ്പോസിറ്റ് അദം, ഇല്ലാതിരിക്കൽ. ഖിദമിന്റെ ഓപ്പോസിറ്റ് ഹുദൂസ്, ബഖാ, ഫനാ. ഇങ്ങനെ ഓരോ നേരത്തെ പറഞ്ഞ വാജിബായ സിഫത്തുകളുടെ നേരെ ഓപ്പോസിറ്റായ സിഫത്തുകൾക്കാണ് മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറയുക. അതിനു പുറമെ അല്ലാഹുവിന് ജായിസായ ഒരു സിഫത്തും കൂടെയുണ്ട്. അത് ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു, ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ. ഇങ്ങനെ ആകെ 41 സിഫത്തുകളാണ് അല്ലാഹുവിനുള്ളത്. 20 വാജിബായ സിഫത്തുകളും 20 മുസ്തഹീലായ സിഫത്തുകളും ഒരു ജായിസായ സിഫത്തും. ഇതെല്ലാം നമ്മൾ നേരത്തെ വളരെ വിശദമായി തന്നെ അർത്ഥസഹിതം വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ പാഠം 5-ൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള ഈ പാഠത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിന്റെ അർത്ഥം വിശദീകരിച്ചു. എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ് എന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒരുവനാണെന്നും ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണെന്നും വിശ്വസിക്കലാണ് തൗഹീദ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലാഹുവിനോട് തുല്യമായ മറ്റൊന്നുണ്ടെന്നോ ആരാധനക്കർഹത മറ്റൊന്നിനുണ്ടെന്നോ വിശ്വസിക്കലാണ് ശിർക്ക് എന്ന് വിശദീകരിച്ചിരുന്നു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സർവ്വ വിധിവിലക്കുകളും നമുക്ക് എത്തിച്ചു തന്നത് അന്ത്യപ്രവാചകരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നാം വിശ്വസിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നതെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കണം. മറ്റെല്ലാരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം അങ്ങേയറ്റം സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് തൗഹീദിന്റെ പ്രഖ്യാപിത വചനം എന്നെല്ലാം ഈ പാഠത്തിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടുകൂടെ പഠിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. 6ാമത്തെ പാഠത്തിൽ മലക്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിരുന്നത്. നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സുകളിൽ 10 മലക്കുകളുടെ പേരും അവരുടെ ഡ്യൂട്ടികളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചില പ്രത്യേക മലക്കുകൾ, അവരുടെ ഡ്യൂട്ടികളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഹമലത്തുൽ അർഷ്, അർഷിനെ ചുമക്കുന്നവർ. അതുപോലെ ഹാഫൂൻ, അർഷിനെ ചുറ്റുന്നവർ. സഫറ, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പകർത്തി എഴുതുന്നവർ. ഹഫലത്ത്, ആപത്തുകളെ തൊട്ട് മനുഷ്യരെ കാക്കുന്നവർ. അങ്ങനെ ചില പ്രത്യേക വിഭാഗം മലക്കുകളുടെ വിശദീകരണങ്ങൾ ഈ പാഠത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅമറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ച ഒരു കാര്യത്തിലും
അള്ളാഹുവിനോട് അവർ എതിര് പ്രവർത്തിക്കുകയില്ല, അവരോട് കൽപ്പിക്കപ്പെട്ടതെന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യും. ഇതാണ് മലക്കുകളുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഏഴാമത്തെ പാഠത്തിൽ അംബിയാ മുർസലുകളുടെ വിശേഷണങ്ങൾ എന്നുള്ള ഈ പാഠത്തിൽ നബിമാരുടെ വിശേഷണങ്ങൾ, അവർക്ക് വാജിബായ സിഫത്തുകളുണ്ട്, അതുപോലെ മുസ്തഹീലായ സിഫത്തുകളുണ്ട്, അതുപോലെ ജായിസായ സിഫത്തുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. സിദ്ഖ്, അതുപോലെ തബ്ലീഗ്, അമാനത്ത്, ഫത്താനത്ത്, ഇതെല്ലാം നബിമാർക്കുണ്ടാവേണ്ട വാജിബായ, ഉണ്ടാവൽ നിർബന്ധമായ സിഫത്തുകളാണ്. അവരെ സംബന്ധിച്ച് ഉണ്ടാവാൻ പാടില്ലാത്ത മുസ്തഹീലായ സിഫത്തുകൾ കദിബ്, കിത്മാന്, ഖിയാനത്ത്, ബലാദത്ത്, ഇത് മുസ്തഹീലായ സിഫത്തുകളാണ്. നബിമാർക്ക് ഉള്ള ജായിസായ സിഫത്ത് അവരുടെ ഉന്നത സ്ഥാനത്തിന് ഭംഗം വരാത്ത നിലക്കുള്ള കാര്യങ്ങൾ അവരിൽ നിന്ന് ഉണ്ടാവൽ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനി ഇവിടെ ഈ വീഡിയോയിൽ നമ്മൾ 8ാമത്തെ പാഠം മുതലാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഇനി അടുത്തത് പാഠം 8, മുഅ്ജിസത്ത്. എന്താണ് മുഅ്ജിസത്ത്? നമ്മളൊക്കെ പലപ്പോഴും കേട്ട ഒരു സംഭവം കൂടെയാണ് മുഅ്ജിസത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെ, നബിമാരിലൂടെ പ്രകടിപ്പിക്കുന്ന സാധാരണ സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നു. അപ്പോൾ ഈ മുഅ്ജിസത്തിന്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്താണ്? ഈ അയക്കപ്പെട്ട നബി അത് ജനങ്ങളിലേക്ക് അയക്കപ്പെട്ട നബിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ പ്രകടിപ്പിക്കുന്ന സാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്തുകൾ. മാജിക്, കൺകെട്ട് തുടങ്ങിയവ അസാധാരണ സംഭവങ്ങളാണെങ്കിലും അവ സാധാരണ മനുഷ്യർക്ക് അഭ്യസിച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. മാജിക് പഠിച്ച ആളുകൾക്കൊക്കെ ചെയ്യാം, കൺകെട്ട് പഠിച്ച ആളുകൾക്കൊക്കെ ചെയ്യാം. എന്നാൽ ഈ മാജിക് അതുപോലെ കൺകെട്ടൊക്കെ പരാജയപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അത് ജനങ്ങളെ കബളിപ്പിക്കുന്നവയും യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളുമാണ് മാജിക്കും കൺകെട്ടുകളൊക്കെ. എന്നാൽ മുഅ്ജിസത്ത് സാധാരണ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതും അള്ളാഹു അവന്റെ അംബിയാ മുർസലുകൾക്ക് മാത്രം നൽകുന്നതുമായ പ്രത്യേക കഴിവുകളാണ്. അപ്പൊ മാജിക് പഠിച്ച ആളുകൾക്കൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ കൺകെട്ട് പഠിച്ച ആളുകൾക്കൊക്കെ ചെയ്യാം. എന്നാൽ മുഅ്ജിസത്ത് അതുപോലെയല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർക്ക് മാത്രം പ്രത്യേകമായി കൊടുത്ത കഴിവാണ്. അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ഇനി താഴെ ചില നബിമാർക്ക് അല്ലാഹു തആല കൊടുത്ത മുഅ്ജിസത്തുകൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. മൂസാ അലൈഹിസ്സലാമിന് കൊടുത്ത മുഅ്ജിസത്ത് എന്തൊക്കെയാണ്? കൈ പ്രകാശിക്കുന്നു, അതുപോലെ വടി പാമ്പാകുന്നു, കല്ല് പിളർന്ന് വെള്ളം വരുന്നു. ഇതെല്ലാം മൂസാ നബി അലൈഹിസ്സലാമിന് കൊടുത്ത മുഅ്ജിസത്തുകളാണ്. ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കുന്നു, അതുപോലെ മാറാവ്യാധികളെ സുഖപ്പെടുത്തുന്നു, മാറാത്ത രോഗങ്ങളെ ഈസാ നബി അലൈഹിസ്സലാം സുഖപ്പെടുത്തുന്നു, അന്ധർക്ക് കാഴ്ച നൽകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. സാലിഹ് നബി അലൈഹിസ്സലാം പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിക്കുന്നു. അങ്ങനെ മുൻകഴിഞ്ഞു പോയ നബിമാർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമായ പല മുഅ്ജിസത്തുകൾ നൽകിയിട്ടുണ്ട്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ധാരാളം മുഅ്ജിസത്തുകൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ അതിപ്രധാനവും എന്നും നിലനിൽക്കുന്നതുമാണ് വിശുദ്ധ ഖുർആൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയതും പ്രധാനപ്പെട്ടതുമായ മുഅ്ജിസത്ത് ഏതാണ്? ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്നതുമായ മുഅ്ജിസത്ത് അത് പരിശുദ്ധമായ ഖുർആനാണ്. അതുപോലെ ഇസ്രാ മിഅ്റാജ്, മൃഗങ്ങളും മരങ്ങളും കല്ലുകളും സംസാരിച്ചത്, ചന്ദ്രനെ പിളർത്തിയത്, വിരലുകൾക്കിടയിൽ നിന്നും വെള്ളം പ്രവഹിച്ചത് തുടങ്ങിയവ അവയിൽ ചിലതാണ്. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തിൽ പെട്ടതാണ്. ചുരുക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളിലേക്ക്, അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി നിയോഗിച്ച നബിമാർ അത് നബിയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ പ്രകടമാക്കുന്ന അസാധാരണമായ സംഭവങ്ങൾക്കാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. ഉത്തരം പറയാം. മുഅ്ജിസത്ത് എന്നാൽ എന്ത്? നമ്മൾ ഇവിടെ ഓൾറെഡി വിശദീകരിച്ചിട്ടുണ്ട്. നബിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പല അസാധാരണ സംഭവങ്ങളും അവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്, നബിമാരിൽ നിന്ന്. അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. നമ്മുടെ നബിയുടെ അതിപ്രധാനമായ മുഅ്ജിസത്ത് ഏതാണ്? പരിശുദ്ധമായ ഖുർആനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു മുഅ്ജിസത്ത് എഴുതുക. ഏതാണ്? നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടത് അവിടുത്തെ ഒരു മുഅ്ജിസത്താണ്. ഇനി വരച്ചു യോജിപ്പിക്കാം. മൂസാ അലൈഹി സ്വലാമിന്റെ ഒരു മുഅ്ജിസത്ത് ഏതാണ്? വടി പാമ്പാകുന്നു.
സാലിഹ് അലൈഹിസലാം പാറക്കല്ലിൽ നിന്ന് ഒട്ടകത്തെ പുറപ്പെടുവിക്കുന്നു. ഈസാ അലൈഹിസലാം മരിച്ചവരെ ജീവിപ്പിക്കുന്നു. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചന്ദ്രനെ പിളർത്തുന്നു. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ മുഅ്ജിസത്ത് എന്നുള്ള പാഠത്തിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി 9ാമത്തെ പാഠം അഹ്ലുസുന്നത്തി വൽ ജമാഅ. എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? നബിചര്യയും സഹാബത്തിന്റെ മാതൃകയും പിൻപറ്റി ജീവിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. നബിചര്യ എന്ന് പറഞ്ഞാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സിരുസുന്നത്തുകളും സഹാബത്തിന്റെ മാതൃകയും പിൻപറ്റി ജീവിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. പരിശുദ്ധ ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപമാണത്. ഏത്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഞാനും എന്റെ സഹാബത്തും നിലകൊള്ളുന്ന മാർഗം അവലംബിച്ചവരാണ് സ്വർഗാവകാശികളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ആ വഴിയിൽ ഇന്ന് ജനങ്ങളെ നയിക്കുന്ന സംഘമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. നമ്മുടെ നാട്ടിൽ പല വിഭാഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റും, പല പേരിലും പല ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തുകളെയും സഹാബത്തിന്റെ മാതൃകയെയും അതേപടി ഫോളോ ചെയ്യുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. നമ്മളെ നയിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ യഥാർത്ഥ അഹ്ലുസുന്നത്തിന്റെ വഴിയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ വഴിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നബിയുടെ വാക്കുകൾ, പ്രവർത്തികൾ, മൗനാനുവാദങ്ങൾ, അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നിവയാണ് നബിയുടെ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് സംസാരിക്കുമ്പോഴും അത് വഹീന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുക. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും മൗനാനുവാദങ്ങളും അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, ഇതിനൊക്കെയാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനം എന്താണ്? പരിശുദ്ധമായ ഖുർആനാണ്. ഖുർആൻ, സുന്നത്ത് തുടങ്ങിയ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് എതിരായി ദീനിൽപ്പെടാത്ത ഒരു കാര്യം ഉണ്ടാക്കൽ ബിദ്അത്ത് വലാലത്താണ്. അത് തള്ളപ്പെടേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനാണ് പുത്തനാശയം എന്ന് പറയുക. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് എതിരായി പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, അത്തരക്കാർക്കാണ് പുത്തൻവാദികൾ എന്ന് പറയുക. അവർ കൊണ്ടുവരുന്ന ആശയത്തിനാണ് പുത്തനാശയം എന്ന് പറയുക. അവരെ നമ്മൾ തള്ളപ്പെടേണ്ടതാണ്. അവരുമായി നമ്മൾ സഹകരിക്കാൻ പാടുള്ളതല്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നാൽ, ഇതിനോട് എതിരായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ അതിനെ നാം തള്ളപ്പെടേണ്ടതാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യങ്ങൾക്ക് ബിദ്അത്ത് ഹസന എന്ന് പറയുന്നു. അപ്പൊ ബിദ്അത്ത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ബിദ്അത്തുൻ ലലാല, മറ്റൊന്ന് ബിദ്അത്തുൻ ഹസന. ഇത് രണ്ടും വ്യത്യാസം വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. ബിദ്അത്തുൻ ലലാല എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് എതിരായ പുതിയ ആശയങ്ങൾ, അതിനാണ് ബിദ്അത്തുൻ ലലാല എന്ന് പറയുന്നത്. അതിനെ നാം തള്ളിക്കളയണം. ഉദാഹരണം, തറാവീഹ് 8 റക്അത്താണ് എന്ന് വാദിക്കും പോലെ, അതുപോലെ വെള്ളിയാഴ്ചയിലെ ജുമയുടെ ഖുതുബ അത് മലയാളത്തിൽ മതി, മാതൃഭാഷയിൽ മതി എന്ന് വാദിക്കുന്നത് പോലെ, ചെറിയ യാത്രകൾക്ക് ജമ്മും ഖസറും ഒക്കെ പറ്റും എന്ന് വാദിക്കുന്നത് പോലെ, ഇതൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് എതിരായ പുതിയ ആശയങ്ങളാണ്. അതിനാണ് ബിദ്അത്തുൻ ലലാല എന്ന് പറയുന്നത്. അത്തരം ആശയങ്ങളെ, പുത്തനാശയങ്ങളെ നാം തള്ളിക്കളയണം. എന്നാൽ പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത പുതുതായി ഉണ്ടാക്കപ്പെട്ട നല്ല കാര്യങ്ങൾക്ക് ബിദ്അത്തുൻ ഹസന എന്ന് പറയുന്നു. അപ്പോൾ ബിദ്അത്തുൻ ഹസന നമുക്ക് ചെയ്യാൻ പറ്റും, ബിദ്അത്തുൻ ലലാല നമ്മൾ മാറ്റി നിർത്തേണ്ടതുണ്ട്. സഹാബത്തിന്റെ കാലത്ത് വിശുദ്ധ ഖുർആൻ ക്രോഡീകരണം നടത്തിയത് അത് ബിദ്അത്തുൻ ഹസനയുടെ ഒരു ഉദാഹരണമാണ്. തറാവീഹ് ഒരു ഇമാമിന്റെ കീഴിൽ ജമാഅത്തായി സംഘടിപ്പിച്ചത് ബിദ്അത്തുൻ ഹസനയുടെ ഒരു ഉദാഹരണമാണ്. നാം മദ്രസ ഉണ്ടാക്കുന്നത് തുടങ്ങിയവ ബിദ്അത്തുൻ ഹസനത്തിന് ഉദാഹരണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇതുപോലെ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ മദ്രസ സംവിധാനം, ഇതുപോലെ ബിൽഡിങ്ങും എല്ലാ സെറ്റപ്പും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള മദ്രസ സംവിധാനം ഉണ്ടായിരുന്നു? ഇല്ല. പക്ഷേ നമുക്കൊരു ബേസിക് ഉണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന സഹാബത്ത് പഠിച്ചുപോയ ആ ഒരു ബേസിക് നമുക്കുണ്ട്. അതിന് നമ്മൾ വേറെ രൂപത്തിൽ നമ്മൾ ആവിഷ്കരിക്കുന്നു. പക്ഷെ അതിന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ഒരു പ്രമാണം, ഒരു അടിസ്ഥാനം, ഒരു തെളിവ് നമുക്കുണ്ട്. അങ്ങനെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് അത് ബിദ്അത്തുൻ ഹസനയാണ്, പ്രശ്നമില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പോൾ എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യയും സഹാബത്തിന്റെ മാതൃകയും പിൻപറ്റി ജീവിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്.
ഉത്തരം പറയാം. അഹ്ലുസുന്നത്തി വൽ ജമാഅ ആരാകുന്നു? നമ്മൾ പറഞ്ഞു, നബിചര്യയും അതുപോലെ സഹാബത്തിന്റെ മാതൃകയും പിൻപറ്റി ജീവിക്കുന്നവർക്കാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ യഥാർത്ഥ രൂപം ഏതാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. സ്വർഗാവകാശികൾ ആരാണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. സത്യമാർഗത്തിലേക്ക് ഇന്ന് ജനങ്ങളെ നയിക്കുന്നവരാണ് ആര്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതുപോലെ സുന്നത്ത് എന്നാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, പ്രവർത്തികൾ, മൗനാനുവാദങ്ങൾ, അവിടുന്ന് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്നിവയാണ് നബിയുടെ സുന്നത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിദ്അത്തുൻ ദലാല എന്നാൽ എന്താണ്? നമ്മൾ അവസാനമായി പറഞ്ഞു, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് എതിരായി കൊണ്ടുവന്ന കാര്യം, അതിനാണ് ബിദ്അത്തുൻ ദലാല എന്ന് പറയുന്നത്. ഇനി ബിദ്അത്തുൻ ഹസന എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് എതിരല്ലാത്ത കാര്യങ്ങൾ, അതിനാണ് ബിദ്അത്തുൻ ഹസന എന്ന് പറയുന്നത്. ഇനി ഇവിടെ മൻ അഹദസ ഡാഷ് ഫഹുവ റദ്ദുൻ, നമ്മൾ ഇവിടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് പറഞ്ഞിരുന്നു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. വിദ്യാർത്ഥികൾ ഈ ഹദീസുകളൊക്കെ പഠിച്ചു വെക്കുക. ഇനി അവസാനത്തെ പാഠം അലാമാത്തുൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ. പ്രപഞ്ചവും അതിലുള്ള സർവ്വ വസ്തുക്കളും ഒരു നാൾ നശിക്കും. അത് എപ്പോഴാണ് സംഭവിക്കുക എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതിന്റെ പല അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അവയിൽ ചിലത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ലോകം നശിക്കും, അതിനാണ് ഖിയാമത്ത് നാള് എന്ന് പറയുന്നത്. പക്ഷെ എന്നാണ് ഈ ഖിയാമത്ത് നാള് സംഭവിക്കുക എന്ന് കൃത്യമായി ആർക്കും തന്നെ പറയാൻ സാധ്യമല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല അടയാളങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അടയാളങ്ങളൊക്കെ നീ കണ്ടാൽ നിനക്ക് ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ് അടയാളങ്ങൾ? ഉഖ്റവിയായ ഉലമാക്കളെല്ലാം മരണപ്പെടുക, നല്ല ആലിമീങ്ങളുടെ മരണം, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അറിവില്ലായ്മ വർദ്ധിക്കുക, വിവരം ഉള്ള ആളുകൾ അല്ലെങ്കിൽ അറിവില്ലായ്മ വർദ്ധിക്കുക, അധികം ആളുകളും വിവരമില്ലാത്തവരായി മാറുക. വ്യഭിചാരം, മദ്യപാനം, കൊലപാതകം എന്നിവ അധികരിക്കുക. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വർദ്ധിക്കുക. പോപ്പുലേഷന്റെ വിഷയത്തിൽ ആരായിരിക്കും കൂടുതൽ? സ്ത്രീകൾ കൂടുതലാവുക, പുരുഷന്മാർ കുറഞ്ഞു പോവുക. അങ്ങനത്തെ ഒരു സാഹചര്യം, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അർഹതയില്ലാത്തവർ കൈകാര്യകർത്താക്കളാവുക, ക്വാളിറ്റി ഇല്ലാത്തവർ നേതൃസ്ഥാനത്തേക്കൊക്കെ വരിക. അതുപോലെ മക്കൾ മാതാപിതാക്കൾ അനുസരിക്കാതിരിക്കുക, പൊതുമുതൽ സ്വന്തമാക്കുക, പള്ളിയിൽ അനാവശ്യ ശബ്ദങ്ങൾ ഉയരുക, സദ്വൃത്തരായ പൂർവികർ ആക്ഷേപിക്കപ്പെടുക, നല്ല മുൻഗാമികളായ ഇമാമിങ്ങളെയും അതുപോലെ മഹത്തുക്കളായ ആളുകളെയും ഒക്കെ ആക്ഷേപിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പുത്തൻവാദികളായ ആളുകൾ, എത്രയോ മുൻഗാമികളായ മഹത്തുക്കളായ ആളുകളെ അവരിങ്ങനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സദ്വൃത്തരായ പൂർവികരായ ആളുകളെ ആക്ഷേപിക്കുക, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ദീനിയായ അറിവുകൾ ദീനിനു വേണ്ടിയല്ലാതെ പഠിക്കുക, ഇതെല്ലാം ഖിയാമത്ത് നാളിന്റെ അടയാളമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണിയതാണ്. അന്ത്യനാളിന്റെ ഏറ്റവും അടുത്തുണ്ടാവുന്ന ധാരാളം അടയാളങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. അവ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇൻഷാ അല്ലാഹ്. എഴുതാം ഖിയാമത്ത് നാളിന്റെ 5 അടയാളങ്ങൾ. നമ്മളിവിടെ കുറെ അടയാളങ്ങൾ പറഞ്ഞു, അതിൽ നിന്ന് 5 അടയാളങ്ങൾ എഴുതുകയാണ് വേണ്ടത്. ഇനി ഇതുപോലെ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളങ്ങളുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദീകരിക്കും. അപ്പോൾ ഇത്രയും പാഠങ്ങൾ, ഈ 10 പാഠങ്ങളാണ് കിതാബുൽ അഖീദയിൽ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മക്കൾക്കും നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വീഡിയോയിൽ നമ്മൾ അവസാനത്തെ 3 പാഠങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. അതിന്റെ മുമ്പത്തെ 1 മുതൽ 7 വരെയുള്ള പാഠങ്ങൾ വളരെ വിശാലമായി നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അള്ളാഹുവിന്റെ വാജിബായ മുസ്തഹീലായ സിഫത്തുകൾ, മലക്കുകളെ കുറിച്ച്, നബിമാരുടെ വാജിബായ മുസ്തഹീലായ ജായിസായ സിഫത്തുകളൊക്കെ വളരെ വിശദമായി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ആ വീഡിയോ ഉപയോഗപ്പെടുത്തണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.